അതാണ് മുംബൈയിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന റോഡ് എന്നുള്ളത് ഇപ്പോഴാണ് അതിലേക്ക് നിങ്ങൾ പൂർണ്ണമായും എത്തുന്നത്. അതുവരെയും കേരളത്തിലെ റോഡുകളുടെ വികസനത്തെക്കുറിച്ചുള്ള ആവേശം നിറഞ്ഞ പ്രതികരണങ്ങളാണ് വന്നത്. അപ്പോൾ ആ ആവേശം മാത്രമല്ല, അതിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ടല്ലോ. അല്ല സജീഷ് അല്ലല്ല, ഈ റോഡിന്റെ നിർമ്മാണം സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നേ ഇല്ല. 6000 കോടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നൽകുമ്പോൾ അതിൽ ഉത്തരവാദിത്തം ഏത് വരെയാണ് വരുന്നത്? എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നത്? അതെ, ഒന്ന്, ഈ പാത കടന്നു പോകുന്ന മറ്റ് സംസ്ഥാനങ്ങൾ കർണാടകയായാലും മഹാരാഷ്ട്രയായാലും തമിഴ്നാടായാലും കൊടുക്കാത്ത രീതിയിൽ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടെ 25% പണം കൊടുത്തുകൊണ്ടാണ് പണ്ട് ഈ നിർത്തിപ്പോയ പദ്ധതി, കേരളത്തിൻ്റെ ആവശ്യമായ ഈ പദ്ധതിയെ പുനഃസ്ഥാപിക്കുന്നത്. ആ പുനഃസ്ഥാപിക്കുന്ന ഏറ്റവും മഹത്തരമായ ഉത്തരവാദിത്തമാണ് കേരള സർക്കാർ ആദ്യം നിർവഹിച്ചത്. അതുകൊണ്ടാണ് ഈ പദ്ധതി ഉണ്ടായത്. ഇല്ലെങ്കിൽ ഈ പദ്ധതി ഉണ്ടാകുമായിരുന്നില്ല. 2015 ഈ ഓഫീസ് പൂട്ടിപ്പോയതാണ്. 2013 തന്നെ ഇത് ഡീനോട്ടിഫിക്കേഷൻ ചെയ്തതാണ് എന്നെല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷെ ആ പദ്ധതി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. ഓരോ ദിവസവും വിള്ളലല്ലേ. ഇന്നലെ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താണ് സാഹചര്യം? മഴ തുടങ്ങുമ്പോഴേ ഇതാണ് അവസ്ഥയെങ്കിൽ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും എന്നുള്ള ഭയമല്ലേ. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഒരു സ്കൂട്ടർ യാത്രികൻ പകുതി ആ റോഡിന്റെ ഇടയിൽ കുടുങ്ങി കിടക്കുകയാണെന്ന്, തലകീഴായി കിടക്കുന്നു എന്നുള്ളതാണ്. എത്ര ആശങ്ക നിറഞ്ഞ വിവരമാണ് പുറത്തു വരുന്നത്. പുതിയൊരു കാര്യം ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കാൻ അനുവദിക്കണം. അതായത് ഇവിടെ ഈ പദ്ധതി മുന്നോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്വം, അതിൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. കേരളത്തിൻ്റെ ഉത്തരവാദിത്വം എന്ത് എന്നത് ഞാനിവിടെ വിശദീകരിക്കേണ്ടായി. താങ്കൾ കേട്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ ഏകോപനം, PWDയുടെ സഹകരണം, അതുപോലെ തന്നെ മരങ്ങളും മറ്റും മാറ്റിക്കൊടുക്കുന്നതിനുള്ള ഫോറസ്റ്റിൻ്റെയും, അതുപോലെ തന്നെ ഇലക്ട്രിക് കേബിൾ മാറ്റിക്കൊടുക്കുന്നതിൻ്റെയും, വാട്ടർ അതോറിറ്റി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെയും കേരള സർക്കാരിൻ്റെ ഉത്തരവാദിത്വം, മണ്ണ് കല്ല് തുടങ്ങിയ കാര്യങ്ങളിലുള്ള ജിയോളജി വകുപ്പിന്റെ കേരളത്തിന്റെ ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്തങ്ങൾ ഏതെങ്കിലും എന്ന് പറഞ്ഞൊഴിയാൻ എന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. താങ്കൾ അത് ആവർത്തിച്ചതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് ഒന്ന് പോവുകയാണ്. താങ്കൾ ഇടപെട്ടോളൂ. താങ്കൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ട് 9 മിനിറ്റായി. സജീഷ് തന്നെയാണ് സംസാരിച്ചത്, വേറെ ആരിലേക്കും പോയിട്ടില്ലല്ലോ. 9 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും എനിക്ക് ആ പറഞ്ഞ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണം. അതായത് ഈ ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. ഇതിൻ്റെ ഗുണമേന്മ ഉൾപ്പെടെ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. പിന്നെ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ പദ്ധതിയെ മുടക്കാൻ വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കണ്ടതാണല്ലോ. കീഴാറ്റൂരിലെ സമരവും അന്ന് താങ്കൾ ഇപ്പോൾ ചോദിച്ച പോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളും അതാണ് ഈ ചോദ്യങ്ങൾ. അതായത് ഒരു കാര്യം കൂടി സജീഷ് ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് ഇടപെടൽ നടത്തുന്നത് ശരിയല്ല. ഇവിടെ വന്ന പോരായ്മകൾ അത് ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകേണ്ടതാണ്. ചർച്ച ചെയ്ത് പരിഹരിക്കുകയല്ലോ പോരായ്മ എന്നുള്ളത്. അത് തന്നെയാണല്ലോ താങ്കൾ ഉൾപ്പെടെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഉൾപ്പെടെ. അതെ സജീഷ്, ഞാൻ പറയുന്നത് ഇതാണ്, പോരായ്മ സംഭവിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ്. അതിന്റെ ഭാഗമായി വയലിനടുത്തെ നിർമ്മാണം അത് അപകടം ചെയ്യും എന്ന് സജീഷ് പറയട്ടെ. ഈ നിർമ്മാണം തുടങ്ങും മുമ്പേ അത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. പാഡി ഫീൽഡിനടുത്ത് നിർമ്മാണം ഈ രൂപത്തിലല്ല, മറ്റ് ഇടങ്ങളിലേതുപോലെയല്ല വേണ്ടത് എന്ന് അവിടുത്തെ ഒരു പ്രദേശവാസികളോ അല്ലെങ്കിൽ ഒരു കൂട്ടമായി അവിടുത്തെ പ്രദേശവാസികൾ ഒരുമിച്ച് പറയുകയാണെങ്കിൽ അത് സർക്കാരിൻ്റെ വലിയ വികസന പദ്ധതിയെ തുരങ്കം വയ്ക്കുന്നവർ എന്ന ഒരു ആരോപണമായിരിക്കും തിരിച്ച് നിങ്ങൾ പറയുക. അതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിൽ വിമർശനം ഉന്നയിക്കുമ്പോഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പദ്ധതി വന്നല്ലോ എന്നുള്ളതാണ്. പദ്ധതി വരട്ടെ, അതല്ലല്ലോ വിഷയം. പദ്ധതി വന്നതല്ലല്ലോ വിഷയം. ഇപ്പോൾ പദ്ധതി കൊണ്ടുണ്ടായിരിക്കുന്ന അപകടമല്ലേ വിഷയം. അതിനാർക്കും ഉത്തരവാദിത്തമില്ലാതെ കൈമറത്താൻ എങ്ങനെ സാധിക്കും? ഞാൻ വരാം. PK നവാസ്, ഇന്നിപ്പോൾ ET മുഹമ്മദ് ബഷീർ ഗഡ്കരിയെ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയിട്ടില്ല. NHAയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ സംഘം ഇപ്പോൾ സന്ദർശനം നടത്തുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് വരുന്നുണ്ട്. ജൂൺ 6-ാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിച്ചിട്ട് അതിലാവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ആ കാര്യത്തിലൊന്നും തർക്കമില്ല.
ഇവിടെ ഇതിനെ തടസ്സപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇത് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ സ്വപ്ന പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പലരും ഉണ്ട്. ആ കൂട്ടത്തിൽ അതിൻ്റെ വായായി മാറാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം സജീഷ്, ഈ സ്വപ്ന പദ്ധതിയെ ഇല്ലാതാക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഈ പദ്ധതിയുടെ കുഴപ്പമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പദ്ധതി നടപ്പാവുന്നതിനെ കുറിച്ചല്ല, നടപ്പായി കഴിഞ്ഞല്ലോ, നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. പി കെ നവാസ്, സ്മൃതി അങ്ങനെ ഒരു റിപ്പോർട്ട് മുന്നിൽ വെക്ക്. സ്മൃതിക്ക് അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ ഇത് ആകെ കുഴപ്പമാണ്, അങ്ങനെ ഒരു റിപ്പോർട്ട് എന്നല്ല, കുഴപ്പമുള്ള പ്രദേശങ്ങളിലെ കുഴപ്പം ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ നിങ്ങൾ അവർക്ക് ചാപ്പ കുത്തുമെന്നേ. അതാണ് ഇവിടുത്തെ അനുഭവം. ചൂണ്ടിക്കാണിച്ച ഒരു റിപ്പോർട്ട് വികസന വിരോധികൾ നിങ്ങളുടെ സ്ഥിരം പ്രയോഗമല്ലേ? വികസന വിരോധികൾ എന്നുള്ളത് നിങ്ങളുടെ സ്ഥിരം പ്രയോഗമല്ലേ സജീഷ്? നവാസിലേക്ക് വരട്ടെ. അല്ലെ, എന്റെ രീതിയും സജീഷിന്റെ രീതിയും ഒക്കെ വ്യത്യസ്തമാണ്. നിങ്ങളിൽ എന്തെങ്കിലും പോസിറ്റീവായി പ്രതീക്ഷിച്ചിട്ടല്ല ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. നെഗറ്റീവായി മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ നല്ല ഉത്തമ വിശ്വാസത്തിലാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. അല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്കിൽ താങ്കൾ ഏതെങ്കിലും ഒരു പോസിറ്റീവായി അങ്ങേയറ്റത്തെ ഒരു പ്രതീക്ഷയും ഇരിക്കുമ്പോഴില്ല. കേരളത്തിലെ സർക്കാരിന് അനുകൂലമായി ഒരു വാക്ക് അറിയാതെ പോലും പറഞ്ഞു പോകുന്ന എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. വീടിനെ കുറിച്ചാണ് ചർച്ച അല്ലേ? ആളുകൾ അപകടത്തിൽപ്പെട്ടതിനെ കുറിച്ചാണ് ചർച്ച. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.